ഹലോ, ഞാൻ വീഡിയോ ഇടാൻ തുടങ്ങിയപ്പോൾ തൊട്ട് കമൻറ്റ് ബോക്സിലും ഡയറക്റ്റ് മെസ്സേജ് ആയിട്ടൊക്കെ എല്ലാവരും ചോദിക്കുന്ന ഒന്നായിരുന്നു കേട്ടോ, എങ്ങനെയാണ് വീഡിയോയിൽ ഇതുപോലെ എഴുതുന്നതെന്ന്, അതും മലയാളത്തിൽ. അപ്പോൾ ഇതിനായിട്ട് ആദ്യം തന്നെ പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻഫിനിറ്റ് പെയിൻറ്റർ എന്ന് പറഞ്ഞിട്ടൊരു ആപ്പാണ് കേട്ടോ ഡൗൺലോഡ് ചെയ്യേണ്ടത്. ആപ്പ് ഡൗൺലോഡ് ആയ ശേഷം ആപ്പ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുമ്പോൾ പെയ്ഡ് വേണമെന്നൊക്കെ ചോദിക്കും. ഞാനത് സ്കിപ്പ് ചെയ്ത് കളയാറാണ് പതിവ്. എന്നിട്ട് ബ്ലാങ്ക് ക്യാൻവാസ് എന്നൊരു ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിൽ പോർട്രേറ്റ്, ലാൻഡ്സ്കേപ്പ്, സ്ക്വയർ അതിലേതാണ് നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ സെലക്ട് ചെയ്യുക. ഞാൻ പോർട്രേറ്റ് ആണ് കേട്ടോ സെലക്ട് ചെയ്തേക്കുന്നത്. ഇതിലത് ഈ ഒരു ഡ്രോപ്പ് സിമ്പിൾ കണ്ടോ, ഇതിൽ നമുക്ക് കളേഴ്സ് സെലക്ട് ചെയ്യാൻ പറ്റും ക്യാൻവാസിലേക്ക് വേണ്ടിയിട്ട്. വൈറ്റ് തന്നെയാട്ടോ ചൂസ് ചെയ്തത്. എന്നിട്ട് ക്രിയേറ്റ് കൊടുക്കുക. അപ്പം നമ്മുടെ ക്യാൻവാസ് ഓപ്പണായി കിട്ടും. ഇതിൽ ഈ പെയിൻറ് ഓപ്ഷൻ കണ്ടോ, ഇതിൽ ക്ലിക്ക് ചെയ്താൽ പെൻസിൽസ്, പെൻസ്, പെയിൻറ്റ്സ്, കാലിബ്രി, വാട്ടർ കളർ, സ്പ്രേയർ അങ്ങനെ കുറേ ഓപ്ഷൻസ് കാണും. അതുപോലെ സൈസ്, ആംഗിൾ ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ അതിനുള്ള ഓപ്ഷനും അവൈലബിൾ ആണ്. അതുപോലെ ഇവിടെ ഫോൺ കളേഴ്സ് ചൂസ് ചെയ്യാൻ പറ്റും. ഞാൻ ബ്ലാക്ക് തന്നെയാണ് കേട്ടോ സെലക്ട് ചെയ്തത്. അതുപോലെ ഒപ്പാസിറ്റി, ഫ്ലോ, സോഫ്റ്റ്നെസ് ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ അതിൻ്റെയും ടൂൾസ് അവൈലബിൾ ആണ്. ഇനി നമുക്ക് ക്യാൻവാസിൽ റൈറ്റ് ചെയ്യാം. ആക്ച്വലി നമ്മൾ എങ്ങനെയാണോ എഴുതുന്നത്, നമ്മുടെ ഹാൻഡ് റൈറ്റിങ്ങിന് എത്രത്തോളം ഭംഗിയുണ്ട് അതേപോലെയൊക്കെ ഇരിക്കൂട്ടെ നമുക്ക് കിട്ടുന്ന റിസൾട്ടും. എഴുതുമ്പോൾ തെറ്റിപ്പോവോ, ലാസ്റ്റ് എഴുതിയ വേർഡ് മായ്ക്കണോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ അൺഡു ഓപ്ഷനും അവൈലബിൾ ആണ്. ഇനി സേവ് ചെയ്യാനായിട്ട് റൈറ്റ് സൈഡിലെ മുകളിലെ 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ എക്സ്പോർട്ടാണ് കേട്ടോ കൊടുക്കേണ്ടത്. അതിന് മുന്നേ പ്രൊജക്റ്റ് നെയിം ചേഞ്ച് ചെയ്യണമെങ്കിൽ ചേഞ്ച് ചെയ്യാം. ഓൾവേസ് PNGയിലിട്ട് മാത്രം സേവ് ചെയ്യാൻ ഓർക്കുക. കൂടാതെ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ആണോ എന്ന് കൂടി കൺഫേം ചെയ്യുക. ഇത്രയും ചെയ്ത ശേഷം മാത്രം എക്സ്പോർട്ട് കൊടുത്ത് സേവ് ചെയ്യാം. ഇനി ഇതെങ്ങനെയാണ് റീൽസിലും സ്റ്റോറിയിലൊക്കെ ആഡ് ആക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഇൻസ്റ്റാഗ്രാമിൽ പോയിട്ട് സ്റ്റോറി എടുക്കുക. ഞാൻ ഇവിടെ എൻ്റെ ഒരു പിക്കാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി ആഡ് ഫോട്ടോ കൊടുത്താൽ നമുക്കിവിടെ ഗാലറിയിൽ നിന്ന് ആഡ് ആക്കാൻ പറ്റും കേട്ടോ. സെയിം തന്നെയാണ് കേട്ടോ റീൽസിലും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടാതെ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്ത് ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കണേ.